പുതിയ അറിവുകൾ അതിവേഗം പഠിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെ ഈ ആഴത്തിലുള്ള ചരിത്ര ചർച്ചയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായും. നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വലിയൊരു ചരിത്രയാത്രയാണ് നടത്താൻ പോകുന്നത്. 18-ാം നൂറ്റാണ്ടിലെ മൈസൂർ സാമ്രാജ്യത്തിന്റെ ഉദയവും പതനവും, പ്രത്യേകിച്ച് ഹൈദർ അലിയുടെയും അദ്ദേഹത്തിന്റെ മകൻ ടിപ്പു സുൽത്താന്റെയും ഭരണകാലം. അതെ, ഈ കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു ലളിതമായ നന്മതിന്മകളുടെ കഥയല്ല എന്നതാണ്. ശരിയാണ്. കുറച്ച് യുദ്ധങ്ങളുടെ വർഷങ്ങൾ മാത്രം ഓർമ്മിച്ചു വയ്ക്കാനല്ല നമ്മൾ ഈ ചർച്ചയിലൂടെ ഉദ്ദേശിക്കുന്നത്. മിത്തുകൾക്കപ്പുറമുള്ള യഥാർത്ഥ വസ്തുതകൾ കണ്ടെത്തണം. ഇന്നത്തെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ കഴിയുന്ന തന്ത്രങ്ങൾ ഇതിൽ നിന്ന് എങ്ങനെ വേർതിരിച്ചെടുക്കാം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കുമ്പോൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ നടന്ന ഏറ്റവും ശക്തമായ പ്രതിരോധങ്ങളിലൊന്ന് മൈസൂരിൽ നിന്നായിരുന്നു. അതായത് ഒട്ടേറെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ എന്നാൽ അവിശ്വസനീയമായ തന്ത്രങ്ങൾ മെനഞ്ഞ രണ്ട് ഭരണാധികാരികൾ. ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. തീർച്ചയായും. 16-ാം നൂറ്റാണ്ടിലെ ആ പ്രസിദ്ധമായ തളിക്കോട്ട യുദ്ധത്തിനു ശേഷം വിജയനഗര സാമ്രാജ്യം തകർന്നടിയുന്നിടത്താണ് ഇതിന്റെ ഒരു തുടക്കം. ആ ഒരു തകർച്ചയ്ക്ക് ശേഷം ഉയർന്നുവന്ന ചെറിയ സാമ്രാജ്യങ്ങളിലൊന്നായിരുന്നു വൊഡയാർ രാജവംശത്തിന്റെ കീഴിലുള്ള മൈസൂർ. അതെ, പക്ഷേ 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കമാകുമ്പോഴേക്കും കാര്യങ്ങൾ ആകെ മാറിമറിഞ്ഞു. നഞ്ചരാജ് പിന്നെ ദേവരാജ് എന്നീ രണ്ട് ശക്തരായ മന്ത്രിമാരുടെ കൈകളിലായി യഥാർത്ഥ അധികാരം. വൊഡയാർ രാജാവ് അവിടെ വെറുമൊരു പാവയായി മാറിയെന്ന് പറയാം. രാജകൊട്ടാരത്തിൽ അധികാരത്തിനു വേണ്ടിയുള്ള വലിയ വടംവലികൾ നടക്കുന്ന സമയം. ഈയൊരു അസ്ഥിരമായ സാഹചര്യത്തിലാണ് നമ്മൾ ഹൈദർ അലിയെ കാണുന്നത്. ഒരു സാമാന്യ കുതിരക്കാരനിൽ നിന്നുള്ള ആ വളർച്ച. ഹൈദർ അലിയുടെ വളർച്ച ശരിക്കും അവിശ്വസനീയമാണ്. 1721 ജനിച്ച അദ്ദേഹം മൈസൂർ സൈന്യത്തിലൊരു സാധാരണ സൈനികനായിട്ടാണ് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. ചരിത്രരേഖകൾ പ്രകാരം അദ്ദേഹം പൂർണ്ണമായും നിരക്ഷരനായിരുന്നു. ഒരക്ഷരം പോലും വായിക്കാൻ അറിയില്ലായിരുന്നു, അല്ലേ? അതെ. പക്ഷേ ആ അക്ഷരാഭ്യാസമില്ലായ്മ അദ്ദേഹത്തിന്റെ അതിവിദഗ്ധമായ ബുദ്ധിസാമർഥ്യത്തെയോ നയതന്ത്രപരമായ ഇച്ഛാശക്തിയെയോ ഒട്ടും ബാധിച്ചിരുന്നില്ല. മറാത്താക്കാരുടെയും ഹൈദരാബാദ് നിസാമിന്റെയും നിരന്തരമായ ആക്രമണങ്ങൾ കാരണം മൈസൂർ എന്ന് സാമ്പത്തികമായും രാഷ്ട്രീയമായും വലിയ തകർച്ചയിലായിരുന്നു. ആ പ്രതിസന്ധിയിൽ നിന്നാണല്ലോ 1761 അദ്ദേഹം മൈസൂരിന്റെ യഥാർത്ഥ ഭരണാധികാരിയായി മാറുന്നത്. ഒരു കുതിരക്കാരനിൽ നിന്ന് സാമ്രാജ്യത്തിന്റെ അധിപനിലേക്കുള്ള ആ യാത്രയിൽ അദ്ദേഹം എന്തൊക്കെ തന്ത്രങ്ങളായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക? അവിടെയാണ് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചുറ്റുമുള്ള ശത്രുക്കളെ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് വളരെ വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന മറാത്താക്കാരുടെ കുതിരപ്പടയെ നേരിടാൻ തന്റെ സൈന്യത്തിലും അതേ വേഗതയുള്ള കുതിരപ്പടയെ അദ്ദേഹം സജ്ജമാക്കി. ശത്രുവിന്റെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുക. കൃത്യമായി പറഞ്ഞാൽ. എന്നാൽ ഹൈദരാബാദ് നിസാമിന്റെ ശക്തിയെന്ന് പറയുന്നത് അവരുടെ പീരങ്കികളിലായിരുന്നു. പ്രത്യേകിച്ച് ഫ്രഞ്ച് പരിശീലനം ലഭിച്ച സൈനികർ അവർക്കുണ്ടായിരുന്നു. ഇതിനെ നേരിടാൻ മികച്ച ആയുധങ്ങൾ വേണമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതിനദ്ദേഹം ഫ്രഞ്ചുകാരുടെ തന്നെ സഹായം തേടിയില്ലേ? അതെ. ഫ്രഞ്ചുകാരുടെ സഹായത്തോടെ ഇന്നത്തെ തമിഴ്നാട്ടിലുള്ള ഡിണ്ടിഗല്ലിൽ അദ്ദേഹം വലിയൊരു ആയുധ നിർമ്മാണശാല സ്ഥാപിച്ചു. സ്വന്തം സൈന്യത്തിന് പാശ്ചാത്യ മാതൃകയിൽ പരിശീലനം നൽകാനും തുടങ്ങി. തയ്യാറെടുപ്പുകൾ വെറുതെയായില്ല എന്ന് ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ബംഗാളിലെ വിജയത്തിനു ശേഷം ബ്രിട്ടീഷുകാർ അതിയായ ആത്മവിശ്വാസത്തിലായിരുന്നു. അവർ ഹൈദരാബാദ് നിസാമുമായി ചേർന്ന് വലിയൊരു സഖ്യമുണ്ടാക്കി. അതെ. ഒന്നാം യുദ്ധം തുടങ്ങുന്നത് 1767 ഹൈദർ അലിക്കെതിരെ നിസാമും മറാത്തക്കാരും ബ്രിട്ടീഷുകാരും ഒന്നിച്ചു. ഏതൊരു ഭരണാധികാരിയും ഭയന്നു പോകുന്ന ഒരു സാഹചര്യം. ശരിക്കും ഭയക്കേണ്ടതാണ്. പക്ഷേ ഹൈദർ അലി ഇവിടെ പയറ്റിയ നയതന്ത്രം അതിഗംഭീരമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഇത്രയും വലിയൊരു സഖ്യത്തെ ഒരാൾ ഒറ്റയ്ക്ക് എങ്ങനെ നേരിടും? ഒരു വലിയ യുദ്ധം ഒഴിവാക്കാൻ ബുദ്ധിപരമായ നീക്കങ്ങളാണ് അദ്ദേഹം അവിടെ നടത്തിയത്. മറാത്തക്കാർക്ക് വലിയൊരു തുക കൊടുത്ത് അവരെ ആ സഖ്യത്തിൽ നിന്ന് ആദ്യം തന്നെ അദ്ദേഹം അടർത്തി മാറ്റി. പണം കൊടുത്ത് ശത്രുവിനെ പിന്തിരിപ്പിച്ചു. പിന്നീട് അദ്ദേഹം നേരെ നിസാമിന്റെ അടുത്തേക്ക് ചെന്നു. യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്ന സ്ഥലങ്ങൾ തുല്യമായി പങ്കുവയ്ക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. അങ്ങനെ നിസാമിനെയും തന്റെ കൂടെ നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ശത്രുക്കളുടെ സഖ്യം നിമിഷ നേരം കൊണ്ട് ഇല്ലാതായി. ബ്രിട്ടീഷുകാർ ഈ നീക്കം കണ്ട് ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടാകും. തുടർന്ന് 1.5 വർഷത്തോളം ഈ യുദ്ധം വലിയ തീരുമാനങ്ങളില്ലാതെ നീണ്ടുപോയി. അവിടെയാണ് ഹൈദർ അലി തന്റെ ഏറ്റവും മികച്ച തന്ത്രം പുറത്തെടുക്കുന്നത്. അതെ,
യുദ്ധം നീണ്ടുപോകുന്നത് ഗുണകരമല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. എന്നിട്ട് അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ ശക്തി കേന്ദ്രമായ മദ്രാസിന്റെ കവാടത്തിൽ പെട്ടെന്നൊരു മിന്നലാക്രമണം നടത്തി. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഈ ആക്രമണത്തിൽ ബ്രിട്ടീഷുകാർ പകച്ചുപോയി. ഭയന്നുപോയ അവർക്ക് 1769 വളരെ അപമാനകരമായ മദ്രാസ് ഉടമ്പടി ഒപ്പുവെക്കേണ്ടി വന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ അദ്ദേഹം പൂർണ്ണമായും വരുതിയിലാക്കി എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇതൊരു വലിയ വഴിത്തിരിവിലേക്കാണ് നയിച്ചത്. ഈ ഉടമ്പടി വെറുമൊരു കടലാസിലെ വാഗ്ദാനം മാത്രമായിരുന്നു എന്ന് ഹൈദർ അലിക്ക് വൈകാതെ മനസ്സിലായി. 1771 മറാത്തക്കാർ വീണ്ടും മൈസൂറിനെ ആക്രമിച്ചപ്പോഴല്ലേ അത്? അതെ. മദ്രാസ് ഉടമ്പടി പ്രകാരം സഹായിക്കാൻ ബാധ്യസ്ഥരായ ബ്രിട്ടീഷുകാർ അന്ന് തിരിഞ്ഞു നോക്കിയില്ല. ഇതോടെ ബ്രിട്ടീഷുകാർ വിശ്വാസവഞ്ചകരാണെന്നും അവരെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു. ആ ഒരു വിശ്വാസവഞ്ചനയാണ് പിന്നീടുള്ള മൈസൂറിന്റെ ചരിത്രം മാറ്റിയെഴുതുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന് സഹായമായി എത്തിയത് ഫ്രഞ്ചുകാരായിരുന്നു. അവർ അദ്ദേഹത്തിന് ആയുധങ്ങളും വെടിമരുന്നും നൽകി. മലബാർ തീരത്തെ ഫ്രഞ്ച് നിയന്ത്രണത്തിലുള്ള മാഹി തുറമുഖം വഴിയായിരുന്നു ഈ ആയുധങ്ങൾ മൈസൂറിലേക്ക് എത്തിയിരുന്നത്. ഇവിടത്തെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതിനെ മറ്റൊരു ആഗോള സംഭവവുമായി ചേർത്തു വായിക്കണമെന്നതാണ്. ലോകത്തിന്റെ മറ്റൊരു കോണിൽ, അതായത് അമേരിക്കയിൽ സ്വാതന്ത്ര്യസമരം കൊടുമ്പിരി കൊള്ളുന്ന സമയമായിരുന്നു അത്. അമേരിക്കൻ സ്വാതന്ത്ര്യസമരം. അവിടെ ബ്രിട്ടീഷുകാർക്കെതിരെ ഫ്രഞ്ചുകാർ പോരാടുകയായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ആ ആഗോള ശത്രുതയുടെ പ്രതിഫലനം ഇന്ത്യയിലുമുണ്ടായി. അമേരിക്കയിൽ തങ്ങൾക്കെതിരെ നിൽക്കുന്ന ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ഹൈദർ അലിയുമായി ചേർന്ന് സഖ്യമുണ്ടാക്കുന്നത് ബ്രിട്ടീഷുകാരെ വല്ലാതെ ഭയപ്പെടുത്തി. അതുകൊണ്ട് ആയുധങ്ങൾ വരുന്ന മാഹി തുറമുഖം പിടിച്ചെടുക്കാൻ അവർ തീരുമാനിച്ചു. തന്റെ സംരക്ഷണയിലുള്ള മാഹിക്കെതിരെയുള്ള നീക്കം ഹൈദർ അലി തനിക്കെതിരെയുള്ള നേരിട്ടുള്ള വെല്ലുവിളിയായിട്ടാണ് കണ്ടത്. അതാണ് 1780 രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലേക്ക് നയിച്ചത്. ഇത്തവണ ഹൈദർ അലി കൂടുതൽ സജ്ജമായിരുന്നു. മറാത്തക്കാരെയും നിസാമിനെയും കൂട്ടുപിടിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ വീണ്ടുമൊരു വലിയ സഖ്യം അദ്ദേഹം ഉണ്ടാക്കി. അദ്ദേഹം അതിവേഗം ആർക്കോട്ട് പിടിച്ചടക്കി. 1781 കേണൽ ബെയ്ലിയുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യത്തെ അദ്ദേഹം പരാജയപ്പെടുത്തി. ബ്രിട്ടീഷ് സൈന്യത്തിന് ഇന്ത്യയിൽ നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്നായിരുന്നു അത്. എങ്കിലും ബ്രിട്ടീഷുകാർ വെറുതെയിരുന്നില്ല. സർ അയർകൂട്ട് എന്ന അതിവിദഗ്ധനായ സേനാനായകനെയാണ് അവരിതിനെ നേരിടാൻ അയച്ചത്. അദ്ദേഹം നയതന്ത്രത്തിലൂടെ മറാത്തക്കാരെയും നിസാമിനെയും സഖ്യത്തിൽ നിന്ന് അടർത്തിമാറ്റി ഹൈദർ അലിയെ ഒറ്റപ്പെടുത്തി. വീണ്ടും അതേ തന്ത്രം. തുടർന്ന് പോർട്ടോ നോവോ വെച്ച് നടന്ന കടുത്ത പോരാട്ടത്തിൽ ഹൈദർ അലിക്ക് പരാജയം നേരിടേണ്ടി വന്നു. പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹം വീണ്ടും സൈന്യത്തെ സംഘടിപ്പിച്ച് തിരിച്ചടിക്കാൻ തുടങ്ങി. എന്നാൽ ആ പോരാട്ടം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. 1782 ക്യാൻസർ ബാധിച്ച് അദ്ദേഹം മരണമടയുകയായിരുന്നു. അതോടെ മൈസൂരിന്റെ നേതൃത്വം അദ്ദേഹത്തിന്റെ മകൻ ടിപ്പു സുൽത്താൻ ഏറ്റെടുത്തു. 1 വർഷത്തോളം അദ്ദേഹം ആ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയി. അവസാനം രണ്ടു കൂട്ടർക്കും യുദ്ധം വലിയ സാമ്പത്തിക നഷ്ടങ്ങളുണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ 1784 മംഗലാപുരം ഉടമ്പടിയിലൂടെ ആ യുദ്ധം അവസാനിച്ചു. പിടിച്ചെടുത്ത സ്ഥലങ്ങൾ പരസ്പരം തിരികെ നൽകാനായിരുന്നു തീരുമാനം. അവിടെ ഒരു സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന് തോന്നിയെങ്കിലും യഥാർത്ഥത്തിൽ അതൊരു ഇടവേള മാത്രമായിരുന്നു. വളരെ ശരിയായ നിരീക്ഷണമാണത്. കാരണം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ 3ാം യുദ്ധത്തിനുള്ള കളമൊരുങ്ങി. ഇത്തവണ പ്രശ്നം തുടങ്ങുന്നത് തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടാണ്. അതെ, തിരുവിതാംകൂർ രാജാവ് കൊച്ചിയിലെ ഡച്ചുകാരിൽ നിന്ന് ചില കോട്ടകൾ വിലയ്ക്കു വാങ്ങി. എന്നാൽ കൊച്ചി തന്റെ സാമന്ത പ്രദേശമാണെന്നും അവിടെയുള്ള കോട്ടകൾ തിരുവിതാംകൂർ വാങ്ങിയത് തന്റെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും ടിപ്പു വാദിച്ചു. തുടർന്ന് 1790 ടിപ്പു തിരുവിതാംകൂറിനെ ആക്രമിച്ചു. തിരുവിതാംകൂറുമായി നേരത്തെ തന്നെ സഖ്യത്തിലായിരുന്ന ബ്രിട്ടീഷുകാർക്ക് ഇതൊരു സുവർണാവസരമായിരുന്നു. അവർ ടിപ്പുവിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഈ 3ാം ആംഗ്ലോ മൈസൂർ യുദ്ധം മൈസൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിരുന്നു. തുടക്കത്തിൽ ബ്രിട്ടീഷ് ജനറൽ മിഡോസിനെ ടിപ്പു സമർത്ഥമായി പരാജയപ്പെടുത്തി. പക്ഷെ പിന്നീട് കാര്യങ്ങൾ കൈവിട്ടുപോയി. സാക്ഷാൽ കോൺവാലിസ് പ്രഭു നേരിട്ട് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു. വലിയൊരു സൈന്യവുമായി വന്ന് അദ്ദേഹം ബാംഗ്ലൂർ പിടിച്ചടക്കി. ഒടുവിൽ മൈസൂരിന്റെ ഹൃദയഭാഗമായ ശ്രീരംഗപട്ടണം വളഞ്ഞു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. മറാത്താക്കാരും നിസാമും ബ്രിട്ടീഷുകാരും ഒന്നിച്ചു നിൽക്കുന്ന ആ വലിയ സൈനിക വ്യൂഹത്തെ ഒറ്റയ്ക്ക് നേരിടുക എന്നത് അക്കാലത്ത് ഇന്ത്യയിൽ ഒരു ഭരണാധികാരിക്കും സാധ്യമാകുന്ന കാര്യമായിരുന്നില്ല. അതെ, ആ ഉപരോധം ടിപ്പുവിനെ വലിയ ഒരു പ്രതിസന്ധിയിലാക്കി.
ഒടുവിൽ 1792 ചരിത്രത്തിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെക്കാൻ അദ്ദേഹം നിർബന്ധിതനായി. വ്യവസ്ഥകൾ വളരെ കർശനമായിരുന്നു. ടിപ്പുവിന് തന്റെ രാജ്യത്തിന്റെ പകുതിയോളം വിട്ടുകൊടുക്കേണ്ടി വന്നു. പോരാത്തതിന് 3 കോടി രൂപ യുദ്ധപ്പിഴയായി നൽകാനും വിധിക്കപ്പെട്ടു. അന്നത്തെ കാലത്ത് 3 കോടി രൂപയെന്നത് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്തത്ര വലിയൊരു തുകയാണ്. ഇതിൽ പകുതി തുക ഉടൻ നൽകണമെന്നും ബാക്കി തുക നൽകുന്നതുവരെ സ്വന്തം 2 ആൺമക്കളെ ബ്രിട്ടീഷുകാർക്ക് പണയക്കാരായി നൽകണമെന്നുമായിരുന്നു വ്യവസ്ഥ. സ്വന്തം മക്കളെ ശത്രുക്കൾക്ക് മുന്നിൽ പണയമായി നൽകേണ്ടിവരുന്ന ഒരച്ഛന്റെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ആ ഉടമ്പടി ടിപ്പുവിനെ സാമ്പത്തികമായും മാനസികമായും തളർത്തി. തീർച്ചയായും 1792 മുതൽ 99 വരെയുള്ള സമയം ഉടമ്പടിയിലെ വ്യവസ്ഥകൾ പാലിക്കാനും മക്കളെ തിരിച്ചെത്തിക്കാനും നഷ്ടപ്പെട്ട ശക്തി സംഭരിക്കാനുമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. പക്ഷേ ആ സമയത്താണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിൽ വലിയൊരു നയപരമായ മാറ്റം വരുന്നത്. പുതിയ ഗവർണർ ജനറലിന്റെ വരവോടെയല്ലേ? അതെ, 1798 പുതിയ ഗവർണർ ജനറലായി വെല്ലസ്ലി പ്രഭു ഇന്ത്യയിലെത്തിയതോടെയാണ് കാര്യങ്ങൾ പൂർണ്ണമായും മാറുന്നത്. തികഞ്ഞൊരു സാമ്രാജ്യത്വവാദിയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം പൂർണ്ണമാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരേയൊരു ലക്ഷ്യം. അതിനായി അദ്ദേഹം കൊണ്ടുവന്നൊരു തന്ത്രമാണ് ഉപവിഭാഗ സഖ്യം അഥവാ സബ്സിഡിയറി അലയൻസ്. ഇതൊരു വല്ലാത്ത കെണിയായിരുന്നു. രാജാവിന് സിംഹാസനത്തിലിരിക്കാം, എന്നാൽ സൈന്യത്തിന്റെ നിയന്ത്രണവും സുപ്രധാന തീരുമാനങ്ങളും ബ്രിട്ടീഷുകാർക്കായിരിക്കും. ഈ സഖ്യത്തിൽ ഒപ്പുവെക്കുക അല്ലെങ്കിൽ യുദ്ധം നേരിടുക, ഇതായിരുന്നു വെല്ലസ്ലിയുടെ അന്ത്യശാസനം. ഒരു പരമാധികാര ഭരണാധികാരിയായ ടിപ്പു സുൽത്താന് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. അദ്ദേഹം അത് നിരസിച്ചു. മാത്രമല്ല, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ അദ്ദേഹം ഫ്രഞ്ചുകാരുമായും അഫ്ഗാനികളുമായും അറേബ്യയുമായും ചേർന്ന് സഖ്യമുണ്ടാക്കാൻ ശ്രമിച്ചു. ഇത് മുൻകൂട്ടി കണ്ട വെല്ലസ്ലി പ്രഭു 1799 യുദ്ധം പ്രഖ്യാപിച്ചു. അതായിരുന്നു 4ാമത്തെയും അവസാനത്തെയും ആംഗ്ലോ മൈസൂർ യുദ്ധം. ജനറൽ സ്റ്റുവർട്ടിന്റെയും ഹാരിസിന്റെയും സൈന്യങ്ങൾക്കൊപ്പം വെല്ലസ്ലിയുടെ സ്വന്തം സഹോദരൻ ആർതർ വെല്ലസ്ലിയും ഈ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. 1799 മെയ് 4 ശ്രീരംഗപട്ടണത്ത് വെച്ച് നടന്ന കടുത്ത പോരാട്ടത്തിനൊടുവിൽ ടിപ്പു സുൽത്താൻ വീരമൃത്യു വരിച്ചു. അതോടെ മൈസൂരിന്റെ ആ വലിയ അധ്യായം അവസാനിച്ചു. ബ്രിട്ടീഷുകാർ പഴയ വൊഡയാർ രാജവംശത്തിലെ ഒരു കുട്ടിയെ രാജാവാക്കി തങ്ങളുടെ ഉപവിഭാഗ സഖ്യം മൈസൂരിന്മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. മൈസൂർ പൂർണ്ണമായും ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി. മൈസൂർ കടുവ വീണു. പക്ഷേ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ടിപ്പു സുൽത്താൻ എന്ന വ്യക്തിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഭരണരീതികളെക്കുറിച്ചും ചരിത്രകാരന്മാർക്കിടയിൽ തന്നെ വലിയ വൈരുദ്ധ്യങ്ങളുണ്ട്. ശരിയാണ്. രേഖകൾ പരിശോധിക്കുമ്പോൾ ഒരേ സമയം വലിയൊരു ദീർഘവീക്ഷകനായും എന്നാൽ ചിലപ്പോഴൊക്കെ ക്രൂരനായ ഒരു ഭരണാധികാരിയായും അദ്ദേഹത്തെ കാണാൻ കഴിയും. സാങ്കേതികവിദ്യയുടെയും സമ്പദ്വ്യവസ്ഥയുടെയും കാര്യത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങൾ ശരിക്കും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. സാങ്കേതികവിദ്യയുടെ കാര്യത്തിൽ അദ്ദേഹം തന്റെ കാലത്തേക്കാൾ വളരെ മുന്നിലായിരുന്നു. ഏറ്റവും മികച്ച ഉദാഹരണം യുദ്ധത്തിൽ അദ്ദേഹം ഉപയോഗിച്ച റോക്കറ്റുകളാണ്. ഇരുമ്പുറയുള്ള ഈ റോക്കറ്റുകൾക്ക് അന്നത്തെ യൂറോപ്യൻ ആയുധങ്ങളെക്കാൾ ദൂരപരിധിയും പ്രഹരശേഷിയുമുണ്ടായിരുന്നു. ലോകത്തിലെ തന്നെ ആദ്യത്തെ ഫലപ്രദമായ സൈനിക റോക്കറ്റുകളായി ഇവയെ കണക്കാക്കാം. ഇതിന്റെ നിർമ്മാണത്തെക്കുറിച്ചും ഉപയോഗത്തെക്കുറിച്ചും അദ്ദേഹം ഒരു മാനുവൽ തന്നെ എഴുതിയിട്ടുണ്ട് എന്നത് അദ്ദേഹത്തിന്റെ ശാസ്ത്രീയമായ കാഴ്ചപ്പാടിനെയാണ് കാണിക്കുന്നത്. അതുപോലെ നാവികസേനയ്ക്കായി ഒരു അഡ്മിറൽറ്റി ബോർഡ് രൂപീകരിച്ചതും എടുത്തു പറയേണ്ടതാണ്. സാമ്പത്തിക രംഗത്തും അദ്ദേഹം വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. മൈസൂരിൽ പട്ടുനൂൽ കൃഷി അഥവാ സെറികൾച്ചർ കൊണ്ടുവന്നത് അദ്ദേഹമാണ്. ഇന്നും മൈസൂർ സിൽക്ക് ലോകപ്രശസ്തമായി നിലനിൽക്കുന്നതിന്റെ തുടക്കം അവിടെ നിന്നാണ്. ഇന്ത്യയിൽ ഫ്യൂഡൽ വ്യവസ്ഥിതി ശക്തമായിരുന്നൊരു കാലത്ത് സംസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു മുതലാളിത്ത വികസനത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചു. ചന്ദനം, കുരുമുളക് തുടങ്ങിയവയുടെ വ്യാപാരം സർക്കാരിന്റെ നിയന്ത്രണത്തിലാക്കി വരുമാനം വർദ്ധിപ്പിച്ചു. സാമൂഹിക തലത്തിലും അദ്ദേഹത്തിന്റേതായ ചില നിലപാടുകളുണ്ടായിരുന്നു. പല്ലക്കികളുടെ ഉപയോഗം അദ്ദേഹം കർശനമായി നിരോധിച്ചിരുന്നു. അത് സ്ത്രീകൾക്കും ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്കും മാത്രമുള്ളതാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പക്ഷം. തികച്ചും വിപ്ലവകരമായ ആശയങ്ങളായിരുന്നു അത്. ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്ന വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. അതെ, 1797 ശ്രീരംഗപട്ടണത്ത് ഫ്രഞ്ച് സൈനികർ
ഒരു ജാക്കോബിൻ ക്ലബ്ബ് രൂപീകരിച്ചപ്പോൾ അദ്ദേഹം അതിന് പൂർണ്ണ പിന്തുണ നൽകി. അവിടെ അദ്ദേഹം സ്വാതന്ത്ര്യത്തിന്റെ വൃക്ഷം നടുകയും രാജാവായിരുന്നിട്ടുകൂടി താൻ ജനങ്ങൾക്കൊപ്പമാണെന്ന് കാണിക്കാൻ സ്വയം സിറ്റിസൺ ടിപ്പു എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. ഒരു ഇന്ത്യൻ ഭരണാധികാരി ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് സങ്കൽപ്പിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ മതപരമായ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ പുരോഗമന ചിന്തകൾക്ക് വിരുദ്ധമായ പല കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. അതെ, അവിടെയാണ് വലിയൊരു വൈരുദ്ധ്യം കിടക്കുന്നത്. തന്റെ അധികാരത്തെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം ഹിന്ദുക്കളായ കൂർഗുകളെയും നായർമാരെയും അതിക്രൂരമായി അടിച്ചമർത്തിയിട്ടുണ്ട്. കേരളത്തിലേക്ക് പടയോട്ടം നടത്തിയ സമയത്ത് നിരവധി ക്ഷേത്രങ്ങൾ തകർത്തതായി വ്യക്തമായ ചരിത്രരേഖകളുമുണ്ട്. എന്നാൽ തനിക്കെതിരെ തിരിഞ്ഞ മുസ്ലിങ്ങളായ മാപ്പിളമാരെയും അദ്ദേഹം ഒരു ദയയുമില്ലാതെ ശിക്ഷിച്ചിട്ടുണ്ട് എന്നത് മറ്റൊരു വസ്തുതയാണ്. അവിടെയാണ് ആ സങ്കീർണത നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൊളോണിയൽ ചരിത്രകാരന്മാർ അദ്ദേഹത്തെ തികഞ്ഞൊരു മതഭ്രാന്തനായിട്ടാണ് ചിത്രീകരിച്ചത്. എന്നാൽ അദ്ദേഹം സ്വന്തം രാജ്യത്തെ പ്രസിദ്ധമായ ശൃംഗേരി ക്ഷേത്രത്തിന് സാമ്പത്തിക സഹായം നൽകിയ ചരിത്രവുമുണ്ട്. 1791-ൽ മറാത്തക്കാർ ആക്രമിച്ച് ആ ക്ഷേത്രം നശിപ്പിച്ചപ്പോൾ അതിന്റെ അറ്റകുറ്റപ്പണികൾക്കും ശാരവാദേവിയുടെ വിഗ്രഹം പുനഃസ്ഥാപിക്കാനും ഫണ്ട് നൽകിയത് ഇതേ ടിപ്പു സുൽത്താൻ തന്നെയായിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഈ ആക്രമണങ്ങളും സഹായങ്ങളും പലപ്പോഴും കേവലം മതപരമായിരുന്നില്ല, മറിച്ച് പൂർണ്ണമായും രാഷ്ട്രീയവും തന്റെ അധികാരം നിലനിർത്താനുള്ളതുമായിരുന്നു എന്നാണ്. ഈ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചോദ്യമുണ്ട്. ഇതിനെയെല്ലാം നമ്മൾ എങ്ങനെ വിലയിരുത്തണം? മുഹിബുൽ ഹസൻ എന്ന ചരിത്രകാരന്റെ നിരീക്ഷണം ഇവിടെ വളരെ പ്രസക്തമാണ്. ഇന്നത്തെ അർത്ഥത്തിലുള്ളൊരു ദേശീയവാദി എന്ന് ടിപ്പുവിനെ വിളിക്കുന്നത് ചരിത്രപരമായ അബദ്ധമാണെന്ന് അദ്ദേഹം പറയുന്നു. ശരിയാണ്. കാരണം അന്ന് ഇന്ത്യ എന്നൊരു വികാരം ആർക്കുമില്ലായിരുന്നു. അദ്ദേഹം പോരാടിയത് സ്വന്തം അധികാരവും സാമ്രാജ്യവും നിലനിർത്താൻ വേണ്ടിയാണ്. എന്നാൽ ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയ ജീവിത സൗകര്യങ്ങൾ മികച്ചതായിരുന്നു. ലഫ്റ്റനന്റ് മൂർ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ജനവാസമില്ലാത്തൊരു നാട്ടിൽ വന്ന് അധ്വാനശീലരായ ജനങ്ങളെയും വളരുന്ന വാണിജ്യത്തെയും കാണുമ്പോൾ അത് നല്ലൊരു ഭരണകൂടത്തിന് കീഴിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതാണ് ടിപ്പുവിന്റെ രാജ്യം. ശത്രുപക്ഷത്തുള്ള ഒരാൾ പോലും ആ ഭരണമികവിനെ അംഗീകരിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല. കൃത്യമായി പറഞ്ഞാൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു ചരിത്രപുരുഷനാണ് ടിപ്പു സുൽത്താൻ. ആധുനികതയുടെയും പരമ്പരാഗതമായ ക്രൂരതകളുടെയും ഒരു മിശ്രിതം അദ്ദേഹത്തിൽ കാണാം. അദ്ദേഹത്തെ പൂർണ്ണമായും വെള്ളപൂശാനോ അല്ലെങ്കിൽ പൂർണ്ണമായും കരിവാരിത്തേക്കാനോ കഴിയില്ല. ലഭ്യമായ ഈ വിവരങ്ങളെല്ലാം വെച്ചു നോക്കുമ്പോൾ ആ കാലഘട്ടത്തിന്റെ സങ്കീർണതകളെയാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത്. നമ്മൾ ഈ ആഴത്തിലുള്ള പഠനത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഈ വിവരങ്ങൾ ഇന്ന് നിങ്ങൾക്കെങ്ങനെയാണ് ഉപകാരപ്പെടുക? പ്രധാനമായും നമ്മൾ ഓർക്കേണ്ടത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന വ്യക്തികളെ ഇന്നത്തെ മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും അളവുകോലുകൾ വെച്ച് അളക്കുന്നത് ശരിയല്ല എന്നതാണ്. അവരെ ആ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെ വേണം നമ്മൾ കാണാൻ. മറ്റൊന്ന് സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യമാണ്. ഹൈദരാലിയുടെ ഡിണ്ടിഗലിലെ ആയുധപ്പുരയായാലും ടിപ്പുവിന്റെ റോക്കറ്റുകളായാലും നമുക്ക് നൽകുന്ന പാഠം അതാണ്. ലോകം അതിവേഗം മാറുമ്പോൾ പുതിയ മാറ്റങ്ങളെ എത്ര വേഗത്തിൽ നാം സ്വായത്തമാക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ വിജയം. അതുപോലെ തന്നെ ഒരു വിഷയത്തെ പല കോണുകളിൽ നിന്ന് നോക്കിക്കാണാനുള്ള കഴിവ് വളർത്തിയെടുക്കുക എന്നതും പ്രധാനമാണ്. ചരിത്രം കേവലം കഴിഞ്ഞുപോയ കാര്യങ്ങളല്ല, മറിച്ച് വ്യത്യസ്തമായ സാഹചര്യങ്ങളെ വിശകലനം ചെയ്യാനും അതിൽ നിന്ന് ഇന്നത്തേക്ക് വേണ്ട പാഠങ്ങൾ ഉൾക്കൊള്ളാനുമുള്ള ഒരു ഉപാധിയാണ്. അതെ, അതാണ് ഈ ചർച്ചയുടെ ലക്ഷ്യവും. അവസാനമായി നമ്മൾ ഇതുവരെ സംസാരിച്ച ഈ വിഷയങ്ങളെല്ലാം അടിസ്ഥാനമാക്കി നിങ്ങളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ ചർച്ച നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വളരെ കുറച്ചുപേർക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമാണിത്. നാവികസേനയുടെ കാര്യമല്ലേ? അതെ. 1796-ൽ ടിപ്പു സുൽത്താൻ ഗംഭീരമായ ഒരു നാവികസേന രൂപീകരിക്കാൻ പദ്ധതിയിട്ടിരുന്നു. 22 വലിയ യുദ്ധക്കപ്പലുകളും 20 ഫ്രിഗേറ്റുകളും അടങ്ങുന്ന ഒരു വലിയ പടക്കപ്പൽ വ്യൂഹം. നിർഭാഗ്യവശാൽ ആ പദ്ധതി പൂർണ്ണമായി യാഥാർത്ഥ്യമാകുന്നതിനു മുൻപ് അദ്ദേഹം കൊല്ലപ്പെട്ടു. വലിയൊരു നഷ്ടമായിരുന്നു അത്. എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പൂർണ്ണമായ ആധിപത്യം സ്ഥാപിക്കുന്നതിനു മുൻപ് ടിപ്പുവിന്റെ ഈ വലിയ നാവികസേന പൂർണ്ണസജ്ജമായി കടലിൽ ഇറങ്ങിയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കൊളോണിയൽ ചരിത്രം ഒരുപക്ഷെ മറ്റൊന്നാകുമായിരുന്നില്ലേ? തീർച്ചയായും വലിയൊരു ചോദ്യമാണത്.
കടലിൽ ബ്രിട്ടീഷുകാർക്ക് അത്ര വേഗത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുമായിരുന്നു? ഈ ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം ആർക്കുമില്ല. എന്നാൽ ഈ അറിവുകൾ വെച്ച് നിങ്ങൾക്ക് സ്വന്തമായി ചിന്തിക്കാനും പുതിയ കണ്ടെത്തലുകൾ നടത്താനുമുള്ള ഒരു അവസരം നൽകിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ആഴത്തിലുള്ള ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വിവരങ്ങളുമായി മറ്റൊരു ചർച്ചയിൽ കാണാം. നന്ദി.